ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മധ്യസ്ഥ ചർച്ചയിലാണ് സോനിയെ വിവാഹം കഴിക്കാമെന്ന് രജിൻലാൽ ഉറപ്പ് നൽകുന്നത്. ഇരു കുടുംബങ്ങളുടെയും കടുത്ത എതിർപ്പുകൾ അവഗണിച്ച് 2023 ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തത്. ചെറുവണ്ണൂർ കക്രമുക്ക് റോഡിൽ വെള്ളിയാഴ്ച രാത്രി 9 ഇവരുടെ കാർ കത്തിയമരുന്നത്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും ഇരുന്ന് കാണണമെന്ന്. എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നൊരു സാധനമാണ്, ചേച്ചി ദയവ് ചെയ്ത് രേണുസുധിയുടെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് നിർത്തിക്കൂടെ, നിങ്ങൾക്കൊന്ന് മാറ്റി പിടിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഇടുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, രേണുസുധിയുടെ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയിരുന്ന ഒരു ആനത്തല റീച്ച് ഉണ്ട്. ആ റീച്ച് ഇതിന് കിട്ടും എന്നൊരു വിശ്വാസം എനിക്കില്ല. എന്നാലും എൻ്റെ വിശ്വാസം എന്നോട് പറയുന്നു, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ വീഡിയോയിൽ കൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും റാദർ ദാൻ ഈ കേസിനെ കുത്തിക്കീറി പറയുന്നതിലുപരി ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ സർവൈവ് ചെയ്തുകൊണ്ട് പോകുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർക്കൊരു കമൗട്ടിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ വീഡിയോ കാണുന്ന വ്യക്തികളെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ചാനലും എന്നെയും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്നലെ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റ് എന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. കമൻറ്റ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ചേച്ചി എൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യൂ എന്ന് പറഞ്ഞൊരു സാധനം. ഇന്നലെ ഹെൽത്ത് വേസ് ഞാൻ ഓക്കെ ആയിരുന്നില്ല, ഇന്നും എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജനിച്ച സമയം തൊട്ടേ എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്. ഒരു ക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഗേളി വോയിസ് അല്ല, കുറച്ച് ബാസ് ഉള്ള ഒരു വോയിസാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു ചുമയോ ജലദോഷമോ അല്ലെങ്കിൽ ഒരു വയ്യായികയോ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് കുറച്ചും കൂടെ ഒരു ബാസ് എന്ത് ചെയ്യും, ഒരു പൊടിക്കങ്ങ് കൂടും. അപ്പം അതിന് ഞാൻ ഏത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാൻ പറ്റില്ല. ആൻഡ് എൻ്റെ സൗണ്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങളെ പോസിറ്റീവ് കൺസേൺ ആയിരിക്കാം, മേ ബി നെഗറ്റീവ് കൺസേൺ ആയിരിക്കാം. എന്തായാലും ഈ ഒരു സാധനം എനിക്ക് അഡ്രസ്സ് ചെയ്യണം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ ഇൻട്രോ വീഡിയോയിൽ നിന്ന് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ചെറുതായിട്ട് ഈ കേസിനെ പറ്റി പറയാം. കോഴിക്കോട് പേരാമ്പ്രയാണ് ഈ സംഭവം. ഇന്നലെ രാത്രി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഡിഫറൻസിൽ ഒരു കാർ കത്തുന്നു. ഭർത്താവ് രക്ഷപ്പെടുന്നു, പക്ഷേ ഭാര്യ രക്ഷപ്പെട്ടില്ല. ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാര്യ 7 മാസം പ്രഗ്നൻ്റ് കൂടിയാണ്. ഇതാണ് ഇന്നലെ വന്നൊരു ന്യൂസ്. പക്ഷേ ഇന്ന് ന്യൂസിൻ്റെ ആകെ ഗതി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഭാര്യ ബാക്ക് സീറ്റിൽ വന്നു, എന്തുകൊണ്ട് ഭാര്യ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നില്ല, എന്തുകൊണ്ടാണ് ബാക്ക് കത്തി വന്നത്, എന്തുകൊണ്ട് മുമ്പ് കത്തിയില്ല, എന്തുകൊണ്ടാണ് ഭർത്താവ് രക്ഷപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഭാര്യനെ രക്ഷിക്കാത്തത്, ഇങ്ങനെ ഫ്യൂവലിന് പ്രശ്നമില്ല, എഞ്ചിന് പ്രശ്നം, ഇങ്ങനെ ഈ കേസ് കംപ്ലീറ്റ് അങ്ങോട്ട് ഭർത്താവിലോട്ട് ഫോക്കസ് പോകുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ഇവർ പ്രണയിക്കുന്ന സമയം എങ്ങനെയാണ് നടന്നത്, എന്താണ് കല്യാണം, ഇങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പം നമുക്ക് ആദ്യം 1 by 1 ആയിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് ഈ മെയിൻ ന്യൂസിലോട്ട് പോകാം. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറു കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് ബന്ധുക്കൾ. കാറിന്റെ പിൻസീറ്റിലാണ് സോന ഇരുന്നത്. കാറിന്റെ പിൻവശം മാത്രമാണ് കത്തിയത്. ഭർത്തൃവീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സോന പറഞ്ഞിരുന്നുവെന്നും കുടുംബം ബിഗ് ടിവിയോട് വെളിപ്പെടുത്തി. ഈ ഒരൊറ്റ സ്ഥാനത്തിൽ നിന്നാണ് ഈ കേസിന്റെ ഒരു സ്റ്റാർട്ട്. അപ്പം പൊതുവെ ആൾക്കാർ കരുതുന്നത് കാറ് കത്തുന്നു, വൈഫ് മരിക്കുന്നു, ഹസ്ബൻഡ് രക്ഷപ്പെടുന്നു എന്ന രീതിയിലാണ്. പക്ഷെ പിറ്റേ ദിവസം തന്നെ ഭാര്യേൻ്റെ ഫാമിലി ഫുള്ള് വന്ന് നിന്നിട്ട് അവരുടെ സൈഡിൽ നിന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആദ്യത്തെ ഒരു മെയിൻ കാര്യം അവരുദ്ദേശിച്ചത് ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ ഭാര്യയും ഭർത്താവും നല്ല ടേംസിലായിരുന്നില്ല എന്നുള്ളൊരു സാധനമാണ് ഫസ്റ്റ് മെയിനായിട്ട് ഇവരിതിൽ പറയുന്നത്. അങ്ങനെ ഒരു ടേംസിലല്ല എന്നുള്ളത് ഫാമിലിക്ക് അറിയുന്നത് കൊണ്ടാണ് മെയിനായിട്ട് ഈ സംശയം തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഫാമിലി കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആയിട്ട് എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് പറയണം. എന്ന് വെച്ചാൽ ഇപ്പം ഭാര്യ എന്ന് വെച്ചാൽ ഈ ലേഡി വിളിച്ച് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിയിൽ തുറന്ന് പറയുമ്പോഴാണ് എന്താണ് മെയിൻ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, പൊതുവെ പ്രഗ്നൻസിൻ്റെ 7ാം മാസം നമ്മൾ ഭാര്യ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചടങ്ങുണ്ട്. ആൻഡ് ഭാര്യ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയ ഇവരെ ഭർത്താവ് വന്ന് വിളിച്ചുകൊണ്ട് പോയി എന്നൊക്കെ രീതിയിലാണ് ഈ ന്യൂസുകൾ ഞാൻ കണ്ടത്. അപ്പം ഈ 7ാം മാസം
കൊണ്ടുപോയ ഈ ഭാര്യനെ എന്തിനാണ് നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പറഞ്ഞയച്ചത്? അല്ലെങ്കിൽ ഭാര്യ എന്തിനാണ് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോയത്? നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നെങ്കിൽ എന്തിനു പോയി, എന്തിനു വിട്ടയച്ചു? ഈ ഒരു ചോദ്യം കൂടി ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്ര കേസസ് ഉണ്ടായി. ഞാൻ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീധനം, ഡൊമസ്റ്റിക് വയലൻസ്, അല്ലാണ്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, പാമ്പിൻ്റെ ഇഷ്യൂസ്, ആക്സിഡൻസ്, ആസിഡ് അറ്റാക്ക്, ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ട് എത്ര കേസസ് ഉണ്ടായി. ഇത്രയും കേസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടും ഇത്രയും കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് ഫിഗർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിട്ട് ഈ പെൺകുട്ടികൾ ജീവിക്കുന്നേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡു യു തിങ്ക് കല്യാണമാണോ ദി എൻഡ്? ഡു യു തിങ്ക് ഭർത്താവിന് ഒരാളെ കല്യാണം കഴിച്ചു എന്ന് കരുതി വീട്ടിൽ ഒരിക്കലും വരാൻ പാടില്ല എന്നാണോ? അല്ലെങ്കിൽ വീട്ടുകാരുടെ വിചാരം അവൾ ഒരിക്കലും വീട്ടിനുള്ളിൽ കയറ്റരുത് എന്നാണോ? എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കണം എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന വീട്ടുകാരോടാണ് എൻ്റെ ഈ ചോദ്യം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പിൻ സീറ്റിലിരുന്നു. ഈ കേസിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പിൻ സീറ്റിലിരുന്നു. ഞാൻ വിവാഹം കഴിയാത്തത് കൊണ്ടും ഞാൻ പ്രഗ്നൻ്റ് അല്ലാത്തത് കൊണ്ടും എനിക്കറിയുന്ന, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരോട് ഞാൻ കുറേ ഈ കേസിനെ പറ്റി ചോദിച്ചു. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ബ്രദർ, ഒരു ഷിനോണിൻ്റെ അടുത്താണ് ഞാൻ മെയിനായിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ വെറുതെ റാൻഡംലി ഡിസ്കസ് ചെയ്ത സമയത്ത് ഷിനോണൻ പറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിമാർ ലൈക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോട് ചോദിച്ച സമയത്ത് ഇവരെല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പ്രഗ്നൻ്റ് ആണെങ്കിൽ ഒരു പെൺകുട്ടി എപ്പോഴും ഇരിക്കുക മുമ്പത്തെ സീറ്റിലാണ്, എന്ന് വെച്ചാൽ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലാണ്. അവിടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുക. ഞാനും ആലോചിച്ചു, അല്ലേ, മുമ്പത്തെ സീറ്റിൽ ഇരുന്നിട്ട് ബാക്കോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണേൽ കിടക്കണമെങ്കിൽ കിടക്കാം, കാലൊക്കെ വളരെ നീട്ടി വെച്ചിട്ട് കംഫോർട്ടബിൾ ആയിരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ലേഡീനെ ഇയാൾ കൊണ്ടുപോയി ബാക്കോട്ട് ഇരുത്തിയത്? ഇതും സംശയിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഇനി ആ ലേഡി ബാക്കിൽ കിടക്കണം എന്ന് പറഞ്ഞോ, അല്ലെ ആ ലേഡിക്ക് ബാക്കാണോ കംഫോർട്ടബിലിറ്റി, ഇതൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻ കോമൺ 99% ഓഫ് ആൾക്കാരും ഫ്രണ്ട് സീറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ആ ഒരു ട്വിസ്റ്റും അല്ലെങ്കിൽ ആ ഒരു സംശയം ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, ബാക്ക് സീറ്റിൽ ഇരിക്കുമോ എന്തുകൊണ്ട് എന്നുള്ളത്. ഓക്കെ. എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. അന്ന് രാത്രി വീട്ടിൽ വന്നപ്പം പറഞ്ഞിരുന്നു, അതും പറഞ്ഞാണ് ഒരു അവിടേക്ക് പോയത്. ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ തന്നെ മുന്നിൽ അത് വരേണ്ടത്, ബാക്കിൽ അങ്ങനെ ഒരു ഇത് വരേണ്ട ആവശ്യമില്ല. ബാക്കിൽ തീ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നാണ് ഒരു ഭൂകമ്പം വരെ ഉണ്ടാകുന്നത്. നാട്ടുകാർക്കായാലും സംശയമുണ്ട്, എല്ലാവർക്കും സംശയമുണ്ട്. മുന്നിൽ സീറ്റ് ഉണ്ടായിട്ട് പുറകിൽ ഇരുന്ന് എന്താണെന്നുള്ളത് അത് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പോലീസ് ശാസ്ത്രമായി അന്വേഷിക്കണം, അത് മേലധികാരിൽ തന്നെ. ഇപ്പൊ 2 സംശയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു സംശയം എന്തിന് ബാക്ക് സീറ്റിൽ ഇരുന്നു എന്നുള്ളത്. അത് ഇനി അവനെ പിടിച്ചറിയാം. അതിന് ഒരുപാട് കള്ളത്തരങ്ങൾ പറയാൻ പറ്റുമായിരിക്കും. എന്തായാലും അവിടെ കിടക്കട്ടെ. രണ്ടാമത്തെ ഒരു സംശയം ബാക്കിൽ നിന്ന് കത്തിയതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പൊതുവേ ഒരു വണ്ടി കത്തണമെങ്കിൽ എൻ്റെ കേട്ടറിവാണ് ഫ്യൂവലിനോ അല്ലെങ്കിൽ എൻജിനോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവണം. ഇനി ആ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ പൊതുവെ ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് കത്തി വരിക. ഇനി ബാക്ക് ഭാഗത്ത് നിന്ന് കത്തി വരികയാണെങ്കിലും ഈ കത്തിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വലിയ സൗണ്ട് കേട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം അതും ഇവിടെ ഒരു സംശയമായിട്ടുണ്ട്. ഇപ്പോൾ കാറിൻ്റെ മെക്കാനിക്കിനെ വിളിച്ച് അന്വേഷിച്ച സമയത്ത് പുതിയ കാറാണ്, അടുത്തിറക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലി പ്രത്യേകിച്ച് കത്താൻ മാത്രം ഉള്ള രീതിയിലുള്ള തകരാറുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം കാറിന് തകരാറില്ല, ഫ്രണ്ടിൽ നിന്ന് കത്തുന്നതിന് പകരം ബാക്കിൽ നിന്നാണ് കത്തിയത്. ആൻഡ് കത്തിയ സമയത്ത് ഫ്രണ്ടിലിരിക്കേണ്ട ഭാര്യ ബാക്കിലെത്തി. ആൻഡ് ഭാര്യ 7 മാസം പ്രഗ്നൻ്റ് ആയ ഭാര്യേനെയും കുട്ടീനെയും രക്ഷിക്കാണ്ട് ഈ വൃത്തികെട്ടവൻ ചാടി രക്ഷിച്ചു. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അരിയാഹാരമൊക്കെ കഴിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് എന്തുവാ തോന്നുക? ചേട്ടൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ചേട്ടൻ നൈസായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് തന്നെയാണ് തോന്നുക. ഒരു പാടുമില്ല. അവനിപ്പോൾ ഏതോ ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കിടക്കുക എന്നാണ് പറയുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറക്കിയതിന് ശേഷം മര്യാദയ്ക്ക് അവനതിനെ കയറ്റി ഇരുത്തേണ്ട രീതിയിൽ, ചോദിക്കേണ്ട രീതിയിൽ തിരിച്ചും മറിച്ചും ഒരു 4 ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വായന്ന് മര്യാദയ്ക്ക് വരും. എൻ്റെ പൊന്നുമോനെ ഈ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സമ്മതിക്കണം. പാമ്പിനെ വെച്ചിട്ട് ഭാര്യനെ ചെയ്യാൻ ശ്രമിച്ച ടീമുകളുണ്ട്. അതുവരെ പിടിച്ച ഈ കേരളത്തിലാണ് ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഈ കളി കളിച്ചിട്ടുള്ളത്. വല്ല പെട്രോളോ അല്ലെങ്കിൽ ടിന്നറോ എന്തോ ഒന്നാണ് ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. എന്നാലും എനിക്കൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നിയിട്ട് ഈ ഒരു മനുഷ്യനാണ്.
എൻ്റെ കുട്ടിയല്ലേ അതിൻ്റെ ഉള്ളിലുള്ളത്, വേറെ ആരുടെയും കുട്ടിയൊന്നും അല്ലല്ലോ. എന്തായാലും വേറെ ആരെയും കുട്ടിയല്ല, കാരണം എൻ്റെ സ്വഭാവത്തിൻ്റെ അത്ര മോശം ഈ പെണ്ണിനില്ല. ആദ്യം ഗൾഫ് പോയ സമയത്ത് ഈ പെണ്ണിനോട് ചാറ്റ് ചെയ്ത് ഇവളുമായിട്ട് കമ്മിറ്റഡായി കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയം വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് അതിനോട് ചാറ്റ് ചെയ്ത് അതിനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഇവളുടെ സ്വഭാവം മോശമാണെങ്കിൽ ഇവൾ എന്നെ വിട്ടിട്ട് പോകേണ്ടതാണ്. പക്ഷെ ഇവൾ വീണ്ടും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് അവിടെ നിന്ന് പോലീസുകാർ വന്നിട്ടാണ് നിങ്ങളുടെ കല്യാണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് ലോയലാണ്. ആ പെണ്ണിനെ 7 മാസം പ്രഗ്നൻ്റ് ആയി എൻ്റെ ചോരയിലുള്ള എൻ്റെ കുഞ്ഞ് വയറിൽ നിൽക്കുന്ന സമയത്ത് ഈ അങ്ങനെ ചെയ്തിട്ടുണ്ടേ മോനെ, അന്നയൊക്കെ ചാട്ടവാറിലിട്ട് അടിച്ച് അന്നയൊക്കെ കത്തിച്ച്, ഞാൻ പറയുന്നില്ല കാരണം ഞാൻ തന്നെ ബസ്സിൽ പോകുന്ന സമയത്ത് ഈ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ബസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റിൽ ഇരിപ്പുറക്കില്ല, നമുക്ക് എണീച്ച്, കാരണം ഒരു പുതിയൊരു ബേബീനെ ആ ഒരു 7 മന്ത് എന്തൊക്കെയായിരിക്കും ഇത്. ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല അവൻ ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഈ വരുന്ന തെളിവുകളും വർത്താനവും ഡയലോഗുകളും ഒക്കെ കേൾക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ സൈഡിലോട്ട് ഒരു സംശയം പോകുന്നുണ്ട്. 95% പോകുന്നുണ്ട്. ഈ 95% ഒരു ശരി ഉണ്ടെങ്കിൽ താങ്ക് യു യുവർ മമ്മി ഫോർ ബ്രിങ്ങിങ് സച്ച് എ പ്രൊഡക്റ്റ് ടു ദ വേൾഡ്. പിൻസീറ്റ് മാത്രമായി കത്തിയതാണോ കത്തിച്ചതാണോ ആ ഒരു സംശയമാണല്ലോ കുടുംബം ചോദിക്കുന്നത്. സുപ്രഭാതം സുജയ പാർവതി. അതായത് കുടുംബത്തിന്റെ സംശയം അങ്ങനെ തന്നെയാണ്. ഭർത്തൃ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് യുവതിയുടെ അമ്മാവനും അടുത്ത ബന്ധുക്കളും ഒക്കെ പറയുന്ന പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചോദിക്കുന്നത് മുൻ സീറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പുറകു സീറ്റിൽ ഇരുന്നത് എന്നതാണ്. ഇരിക്കുകയായിരുന്നില്ല, കിടന്ന നിലയിൽ, അതായത് സീറ്റ് ബെൽറ്റ് ഇട്ട് കിടന്ന നിലയിലായിരുന്നു പുറകു സീറ്റിൽ സോന ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല ഈ കാർ കത്തിയതിനു ശേഷവും പുറകു സീറ്റിൽ നിന്ന് യാതൊരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട്. പുറകു സീറ്റിൽ കിടക്കുകയായിരുന്നു. ചിലപ്പോൾ ഇനി എന്തിനാണ് ഭാര്യ പുറകിൽ സീറ്റ് പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരന് പറയാൻ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഒരു കാറിൻ്റെ ഉള്ളിൽ പ്രഗ്നൻ്റ് ആയ ലേഡീസ് പൊതുവെ മലർന്നാണ് കിടക്കുക. എൻ്റെ അറിവിൽ ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ സപ്പോർട്ട് സിസ്റ്റം വേണം. കാറ് പോലുള്ള ഒരു വണ്ടിയിൽ വലിയ ലാവിഷ് കാറൊന്നുമല്ല. ഈ കാറ് പോലുള്ള വണ്ടിയിൽ ഈ ചെരിഞ്ഞ് കിടക്കുമ്പോൾ എത്ര മാത്രം ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് കംഫോർട്ടബിളായി കിടക്കാൻ സാധിക്കും? അതെൻ്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. അതിലൊരു പ്രഗ്നൻ്റ് ലേഡി ഇപ്പോൾ വയ്യെങ്കിൽ ഫ്രണ്ട് സീറ്റിലിരുന്ന് ബാക്കോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കാണ്ട് കാറിൻ്റെ ബാക്ക് പോയിട്ട് ഇങ്ങനെ കിടക്കുമോ? ആൻഡ് അടുത്തതിൽ കേട്ട അടുത്തൊരു സാധനമാണ് നിലവിളി ഉണ്ടായിരുന്നില്ല എന്ന്. ഒരു ചെറിയ, ഞാനിപ്പോൾ നിങ്ങൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ആ പീസ് കട്ട് ചെയ്തതാണ്. ഇതിവിടെ എൻ്റെ ബ്രദറിൻ്റെ റൂമിലുള്ള ക്യാൻഡിലാണ്, ലൈക്ക് എന്തൊരു പീച്ച് പോമോഗ്രാനൈറ്റ് സ്മെല്ലുള്ളൊരു ക്യാൻഡിൽ. ഇതെന്നലെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനതിങ്ങനെ കത്തിക്കാൻ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ ആക്കിയ സമയത്ത് ചെറുതായിട്ട് ഈ തീപ്പെട്ടി ഇങ്ങനെ ക്രോസ് വെക്കുമ്പോൾ തീ ഇങ്ങോട്ട് പാളില്ലേ, ആ തീൻ്റെ പാളൻ എൻ്റെ കയ്യിൽ വന്നപ്പോഴേക്ക് കരഞ്ഞ ടീമാണ് ഞാൻ. അതുകൊണ്ട് ഇത്രയും വലിയൊരു പൊള്ളൽ നടക്കുന്ന സമയത്ത് സൗണ്ടൊന്നും കേട്ടില്ല എന്ന് പറയുന്നത്, അപ്പോൾ എന്താ അവിടെ നടന്നത്? അപ്പോൾ പെൺകുട്ടീനെ ഈ പുള്ളിക്കാരൻ എന്താ ചെയ്തത്? എന്ത് ചെയ്തിട്ടാണ് ഈ പുള്ളിക്കാരൻ ഈ പെൺകുട്ടി ഇങ്ങനെ കടന്നു? അപ്പോൾ ഇതിനു മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എവിടെയാണ് പോയത്, എന്താ സംഭവിച്ചത്, എന്താ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു, ഇവൻ എന്തെങ്കിലും കൊടുത്തോ? കാരണം കുറേ സാമ്പിൾസ് കളക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിന് ശേഷം ബോധമില്ലാണ്ടായി ഇങ്ങനെ ചെയ്തതാണോ? ഇങ്ങനെയൊക്കെ ഈ പോവും. സംശയിക്കുന്നതിന് ഒരു തെറ്റുമില്ല. കാറിന്റെ സ്വാഭാവികമായ കത്തലാണ് എങ്കിൽ അത് മുൻവശത്തു നിന്നാണ് കത്തേണ്ടിയിരുന്നത്. പക്ഷേ പുറകുവശത്തു നിന്നാണ് കത്തി തുടങ്ങിയത്. മാത്രവുമല്ല വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. നാട്ടുകാരും അത് ആവർത്തിക്കുന്നുമുണ്ട്. ഏതായാലും സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം. ഭർത്താവിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു, അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മദ്യപിച്ചാണ് ഇന്നലെ രജിൻലാൽ സോനയെ കൂട്ടാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയത് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഡിവൈഎസ്പി അടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം വേണമെന്നാണ് ഇവർ ബന്ധുക്കളുടെ ഇപ്പോഴത്തെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. മദ്യപിച്ചിട്ടാണ് ഈ റെജിൻലാൽ കൂട്ടാൻ വന്നതെന്ന് പറഞ്ഞു. 7 മാസം പ്രഗ്നൻ്റ് ആയൊരു പെണ്ണിനെ ഇവൻ്റെ കൂടെ എങ്ങനെ നിങ്ങൾ പറഞ്ഞയച്ചു? ഇനി അടുത്തൊരു ചോദ്യം, ഇൻ കേസ് 1 or 2 പെഗ് മാത്രമാണ് റെജിൻലാൽ കൺസ്യൂം ചെയ്തേ എന്നാണ് പറയുന്നതെങ്കിൽ, ഈ 1 or 2 പെഗ് അടിച്ച ഒരു വ്യക്തിനെ ഒരിക്കലും വീട്ടുകാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഭാര്യ വീട്ടിലോട്ട് വരുമ്പം, ഞാനൊരു ഡി അഡിക്ഷൻ സെൻറ്റർ ആയതുകൊണ്ട് പറയുകയാണ്, ഈ ഭർത്താക്കന്മാർ ഭാര്യ വീട്ടിൽ വരുമ്പം മാക്സിമം കുടിക്കാണ്ട് വരാണ്ടിരിക്കാനാണ് ശ്രമിക്കുക.
ഇനി അഥവാ കുടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യ വീട്ടുകാരായിട്ട് ഇവർ ഒരു കമ്പനിയും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ കുടിച്ചിട്ട് വരും. അല്ലെങ്കിൽ അറിഞ്ഞോട്ടെ ഞാൻ കുടിയനാണ്, ഞാൻ അത്യാവശ്യം കുടിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നെ എങ്ങനെയെ കാണാൻ പറ്റൂ എന്നുള്ള ലേബൽ കൊണ്ടായിരിക്കും വരും. അല്ലെങ്കിൽ ബോധമല്ലാണ്ട് അടിച്ച് ഫിറ്റായി നല്ലോണം അടിച്ചിട്ടാണ് കയറി വന്നത്. ഇതറിഞ്ഞുകൊണ്ട് എന്തിന് നിങ്ങൾ വിട്ടു? ആൻഡ് ആ പെൺകുട്ടിയോട് എനിക്കിനി ഒന്നും ചോദിക്കാനില്ല, ചോദിച്ച് വാങ്ങി എന്ന രീതിയിൽ പറഞ്ഞ് ഞാനത് വിടുക. എന്തിനു വിട്ടു? ആര് പോവും? ഇതൊക്കെ എനിക്ക് എപ്പോഴുള്ളൊരു പ്രശ്നമാണ്. ഞാൻ ഇങ്ങനത്തെ കേസ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആ പെൺകുട്ടീനെ ഞാൻ വിട്ടാളും, പറഞ്ഞിട്ട് കാര്യമല്ല, ഇത് കഴിഞ്ഞു. ഞാൻ അവനെ കൾപ്രിറ്റിനെ പറയുന്നതിലുപരി എനിക്ക് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വരും. വീട്ടുകാർക്ക് ഈ ഒരു കോമൺ സെൻസ് വേണം. എനിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ വീട്ടുകാരോടും പറയാനുള്ളത്, കല്യാണമല്ല ദി അൾട്ടിമേറ്റ്. കല്യാണമല്ല ദി അൾട്ടിമേറ്റ്. കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ വേണം, അത് താല്പര്യമുള്ള വ്യക്തികൾക്ക്. ഇപ്പോൾ ഒരു കുട്ടി പറയുകയാണ് എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല, ഞാൻ ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ളൊരു സ്പേസ് നിങ്ങൾ കൊടുക്കണം. നാട്ടുകാരെന്ത് പറയുന്നു, ചുറ്റുമുള്ളവരെന്ത് പറയുന്നു, അവർ പറഞ്ഞു അയ്യോ അവർക്ക് കല്യാണമായി ഇവർക്ക് കല്യാണമായി എന്ന് പറഞ്ഞിട്ട് വേഗം ചെടുപിടാന്ന് പറഞ്ഞ് ആക്കി വിടേണ്ട ഒരു സാധനമല്ല കല്യാണം. ഒരു പെൺകുട്ടീൻ്റെ ഒരു 30 വയസ്സുള്ള അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. 30 തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള 60 അല്ല 70 വയസ്സ് അവൾ താമസിക്കാൻ പോകുന്ന അവളുടെ പാർട്ട്ണർ കൂടിയാണ്. ആ പാർട്ട്ണറുമായിട്ട് അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് വന്ന് അത്രത്തോളം കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ അവൾക്കൊരു ലൈഫ് ലോങ് ഹാപ്പിയായി പോസിറ്റീവായിട്ട് അവിടെ ജീവിക്കാനോ അല്ലെ അവിടെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനോ അവളെ കൊണ്ട് പറ്റൂ. അപ്പം അത് വളരെയധികം ആലോചിച്ച് തീരുമാനിച്ച് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ടൈം വേണം, അതിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്പേസ് വേണം. ഇതൊന്നും ഇല്ലാണ്ട് പെട്ടെന്നൊരു ഇതിലോട്ട് പോകാൻ പാടില്ല. ഇനി അങ്ങനെയൊക്കെ തീരുമാനിച്ചെടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിലും അപ്പം അവൾ ഹാപ്പി അല്ല ആ ഫാമിലിയിൽ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ബ്രിങ് ഹർ ബാക്ക്. ഇനി വീട്ടുകാരൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും യു ഗൈസ് ക്യാൻ കം അപ്പ്. നിങ്ങൾക്ക് ജോലി ചെയ്യാം, അധ്വാനിക്കാം, ഹാപ്പിയായി ജീവിക്കാം. ജീവിക്കുന്ന അത്രയും കാലം സന്തോഷവും സമാധാനവുമാണ് ഒരു മനുഷ്യന് വേണ്ടത്, വേറൊന്നുമല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാത്രമേ ജീവിക്കൂ, വേറൊരാളും ജീവിക്കില്ല. ചുറ്റും നിന്ന് കുറ്റം പറയുന്നവനോ കളിയാക്കുന്നവനോ പരിഹസിക്കുന്നവനോ ഇവൻ ആരും ജീവിക്കില്ല. ഇവൻ ഇന്നും നാളെയും മറ്റന്നാളും പറഞ്ഞിട്ട് അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോകും. അവിടെ പലതും സഹിച്ചും ക്ഷമിച്ചും നിന്നിട്ടുണ്ടെങ്കിൽ യു ആർ ലോസിങ് യുവർ ലൈഫ്. അതിൽ നിന്ന് നിങ്ങൾ കം ഔട്ട് ചെയ്യണം. ആ സിറ്റുവേഷനിൽ കൂടെ മക്കൾ കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫാദറും മദറും ആണെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ദുരൂഹ സാഹചര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാർത്തയുടെ വിശദാംശങ്ങൾ ദീപ ഹരീന്ദ്രനാഥ് നൽകും. ദീപ, അപ്പോൾ എന്താണ് കാറിന് തീ പിടിക്കാനുള്ള കാരണം എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും റജീന, അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. വെള്ളിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടാകുന്നത്. കക്കറമുക്ക് സ്വദേശിയായ സോനയാണ് മരിച്ചത്. 7 മാസം ഗർഭിണിയായിരുന്നു സോന. ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടാകുന്നതും കാർ ഓടിച്ചിരുന്ന ഭർത്താവ് റിജിന് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുമ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. പിന്നെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഈ കണ്ടെത്തേണ്ടത്. നിലവിൽ ഇന്ധന ടാങ്കിനും അതുപോലെ തന്നെ കാറിനുള്ളിലെ വയറിങ്ങിനും യാതൊരു തകരാറില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാറിന് പിന്നിൽ നിന്നാണ് ഇത്തരത്തിൽ തീ പിടിച്ചത് എന്നാണ് ഫോറൻസിക് സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ ഒരു 2 പീസ് ഇട്ടത് മെയിൻ ആയിട്ടുള്ള ഈ നിഗമനം പറയാൻ വേണ്ടിയിട്ടാണ്. കാറിന് ഇന്റേണലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന്. കാരണം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചിട്ടില്ല. പ്രാഥമിക നിഗമന പ്രകാരം വന്നിട്ട് ചെക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് കാറിന് അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളിലുണ്ടായിരുന്നില്ല. ആൻഡ് പുതിയൊരു കാറാണ് ആൻഡ് ബാക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കേസിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെ ഞാൻ കാണിച്ചത്. സോനയും രജിൻലാലും തമ്മിലുള്ളത് കടുത്ത പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു പ്രണയ വിവാഹമായിരുന്നുവെന്നും കുടുംബം വെളിപ്പെടുത്തുന്നു. രജിൻലാൽ ഗൾഫിലായിരുന്ന സമയത്താണ് ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. വിവാഹം കഴിക്കാൻ ഇരുവരും തീരുമാനിച്ചെങ്കിലും ഇതിനിടയിൽ രജിൻലാൽ മറ്റൊരു യുവതിയുമായി ബന്ധത്തിലാവുകയും ആ യുവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ് മാനസികമായി തകർന്ന സോന വടകര റെയിൽവേ സ്റ്റേഷന് സമീപത്തിലെത്തി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ വരെ ശ്രമിച്ചിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ മധ്യസ്ഥ
മധ്യസ്ഥ ചർച്ചയിലാണ് സോനയെ വിവാഹം കഴിക്കാൻ രജിൻലാൽ ഉറപ്പ് നൽകുന്നത്. ഇരു കുടുംബങ്ങളുടെയും കടുത്ത എതിർപ്പുകൾ അവഗണിച്ച് 2023 ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തത്. ചെറുവണ്ണൂർ കക്രമുക്ക് റോഡിൽ വെള്ളിയാഴ്ച രാത്രി 9 ഇവരുടെ കാർ കത്തിയമരുന്നത്. കോഴിക്കോട്ടെ ആശുപത്രിയിൽ പോയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ വീട്ടിലെത്താൻ വെറും 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ളപ്പോഴാണ് വയൽ പ്രദേശമായ ഒതിയോത്ത് താഴെ ഭാഗത്ത് വെച്ച് ദുരൂഹമായ ഈ അപകടം സംഭവിക്കുന്നത്. വയൽ പ്രദേശത്തെ തോട്ടിനരികത്തിലായതിനാൽ ഓടിക്കൂടിയ നാട്ടുകാർക്ക് തീ അണയ്ക്കാൻ സാധിച്ചു. വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടാണ് സമീപവാസികൾ ഓടിയെത്തിയത്. നാട്ടുകാർ എത്തുമ്പോഴേക്കും രജിൻലാൽ കാറിൽ നിന്ന് പുറത്തു ചാടിയിരുന്നു. ശരീരത്തിലെ വസ്ത്രങ്ങളിൽ തീ പടർന്നതിനാൽ സമീപത്തെ തോട്ടിലേക്ക് ചാടിയാണ് രജിൻലാൽ തീ അണച്ചത്. തുടർന്ന് നാട്ടുകാർ ബക്കറ്റിൽ വെള്ളം കോരിയൊഴിച്ച് അഗ്നിരക്ഷാസേന എത്തുന്നതിന് മുൻപ് തന്നെ തീ അണയ്ക്കായിരുന്നു. പിൻസീറ്റിൽ ഒരാൾ കൂടിയുണ്ടെന്ന് ആദ്യമൊന്നും രക്ഷാപ്രവർത്തകർക്ക് മനസ്സിലായിരുന്നില്ല. പിൻസീറ്റിൽ കിടക്കുകയായിരുന്ന സോനയുടെ മുകളിലേക്ക് കാറിന്റെ മുകൾ ഭാഗം അടർന്നു വീണതിനാൽ പുറത്തു നിന്നുള്ളവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. കാറിന്റെ പിൻവാതിൽ ലോക്കായിരുന്നതിനാൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ചില്ല് പൊട്ടിച്ചാണ് സോനയെ ബെഡ്ഷീറ്റിൽ കിടത്തി പുറത്തെടുത്തത്. ഈ ഒരു സാധനം കൂടെ മെയിനായിട്ട് ഈ കേസിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. റജിൻലാൽ എന്ന് പറയുന്ന വ്യക്തി 100% സ്നേഹത്തോടു കൂടിയല്ല ഈ പെർട്ടിക്കുലർ പെൺകുട്ടീനെ വിവാഹം കഴിച്ചത്. കാരണം ഈ പെൺകുട്ടീനെ പ്രണയിക്കുന്ന സമയം തന്നെ വേറൊരു പ്രണയബന്ധം ഉണ്ടാവുകയും അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയം ഈ പെൺകുട്ടിക്ക് ഇയാൾ മതി എന്ന് പറഞ്ഞ് പെൺകുട്ടി ചെയ്യാൻ നോക്കിയ അറ്റംപ്റ്റിൻ്റെ ഭാഗമായിട്ട് പോലീസുകാരുടെ നിർബന്ധത്തിലാണ് ഇതൊരു വിവാഹത്തിലോട്ട് പോകുന്നതും പിന്നെ ഒരു രജിസ്റ്റർ മാരേജിൽ പോകുന്നതും. അവിടെ തന്നെ ഈ റജിൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പരസ്ത്രീ ബന്ധവും അല്ലെങ്കിൽ ചീറ്റിംഗ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇതിൽ കൺഫേമായി. അത് മനസ്സിലാക്കാണ്ട് ഇവക്കുണ്ടായിരുന്ന ഒരു പ്രണയത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റജിൻലാലിന് ഇവളോടുള്ള സ്നേഹം അന്നേ നഷ്ടപ്പെട്ടു. ആ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് അത് പിന്നെ ഒരു വാശീൻ്റെ പുറത്തൊരു വിവാഹത്തിലോട്ട് പോയത്. അപ്പം അത് റജിൻലാലിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷ മതിയായിരിക്കാം. പക്ഷെ ഇവള് അല്ല റെഡി ആവുമെന്ന് കരുതി 3 കൊല്ലമായിട്ട് കല്യാണം കഴിഞ്ഞുള്ളൂ. 2026 ആയപ്പോഴേക്ക് 7 മാസം പ്രഗ്നൻ്റ് ആയ ആളുടെ ലൈഫ് തന്നെ നഷ്ടപ്പെടേണ്ടിരുന്നു. ഇവിടുത്തെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തൊട്ടേ ഒരു ചീറ്റിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. ഫസ്റ്റ് തൊട്ടേ ഈ പുള്ളിക്കാരന് ഇവരോട് വലിയ അഫെക്ഷൻ ഇല്ല. അഫെക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ചീറ്റിങ്ങിലോട്ട് പോവില്ലായിരുന്നു. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ആഫ്റ്റർ മാരേജ് ഒരു 3 ഇയർ ആയപ്പോഴേക്ക് ഇവരുടെ ലൈഫിൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് തന്നെ ഫാമിലിയിലോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് തിങ്, പുള്ളിക്കാരൻ ഒരു ആൽക്കഹോളിക് ആണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ മേ ബി ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണ്. അഡിക്റ്റ് എന്ന് എനിക്കറിയില്ല, ബട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ട് ബാക്ക് സീറ്റിലിരുന്നു, എന്തുകൊണ്ട് ബാക്കിൽ നിന്ന് കത്തി വന്നു, എൻജിനൊരു ഇഷ്യൂ ഇല്ല, എങ്ങനെ ആ വൃത്തികെട്ടവൻ മാത്രം രക്ഷപ്പെട്ടു. കുറച്ച് മനുഷ്യപ്പെട്ടുണ്ടെങ്കിൽ ഈ വൃത്തികെട്ടവൻ ഭാര്യ ഉണ്ട്, അല്ലെ ഭാര്യനെ രക്ഷിക്കുക എന്ന് പറഞ്ഞില്ലേ. ഇവൻ പറയാണ്ട് ലാസ്റ്റ് ആ സാധനം വീണ സമയത്താണ് നാട്ടുകാരാണ് കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയത്. ഇങ്ങനത്തെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കുന്ന സമയത്ത് റജിൻലാൽ ഏട്ടാ ഒരു 14 കൊല്ലം ഉണ്ട കഴിക്കാൻ റെഡി ആയിരിക്കും. അതിന് ശേഷം ഇറങ്ങി വന്നതിന് ശേഷമുള്ള അവീതം പെണ്ണിനെ കല്യാണം കഴിക്കാം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി നമ്മുടെ കേരള പോലീസ് സിസ്റ്റത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കോടതിയിൽ വിശ്വാസമല്ല, കാരണം കോടതി ഇതിനിപ്പോൾ ഒരു 20 കൊല്ലം ഈ കേസും കൊണ്ട് പോകും. 21ാം കൊല്ലമായിരിക്കും ചിലപ്പോൾ ഇതിനൊരു തീരുമാനമാക്കി ഓനെ ചിലപ്പോൾ ഒരു 10 കൊല്ലം പിടിച്ചിടുക. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ വലിയ രീതിയിൽ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ജനങ്ങളിലോട്ട് എത്തണം. റജിൻലാലിനെ ഇനി പ്രണയിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പോവാം. ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ സ്ഫോടനം നടത്തിയാണ് ഭാര്യയെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ടു ഓൾ ദി ലേഡീസ് ഓർ ദ മെൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സർവേ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കം ഔട്ട് ഫ്രം ഇറ്റ്. കാരണം ഒരു ഇമോഷൻസും പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു നീഡ് ഹാപ്പി ആൻഡ് പീസ്. ഇവിടെ റജിൻലാൽ അന്നേ വേണ്ടാന്ന് പറഞ്ഞു പോയ സമയത്ത് റജിൻലാൽ ആ വഴി അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ കരഞ്ഞു വരുത്തിച്ചു. അതിന്ന് 3 കൊല്ലത്തിന് ശേഷം ഈ അവസ്ഥയിലോട്ട് എത്തി. ആൻഡ് നെക്സ്റ്റ് തിങ്, ഇഫ് യു ആർ നോട്ട് ഹാപ്പി ഇൻ യുവർ ലൈഫ്, എവിടെയാണോ ജീവിക്കുന്നത്, ഇഫ് യു ആർ നോട്ട് പീസ്, ദെൻ ഡോണ്ട് ബി ദർ. ഒറ്റയ്ക്ക് ജീവിച്ചാലും കുഴപ്പമില്ല, കല്ലേറ് കിട്ടി ജീവിച്ചാലും കുഴപ്പമില്ല, സമാധാനവും സന്തോഷത്തോടു കൂടി ജീവിക്കും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റേർഡ്.